നമസ്കാരം. ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞങ്ങളുടെ പ്ലാവുമലത്തെ ചക്കയാണ്. ഇന്ന് ചക്കയും കൊണ്ട് ഒരു കറി, ചക്ക മൊളോഷ്യം. ചക്കയുടെ കാര്യം പറഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് ഏറ്റവും കഴിക്കാൻ പറ്റുന്ന ഒരു ഫലവും കൂടിയാണ്. പിന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഔദ്യോഗിക ഫലമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ചക്ക. പിന്നെ വിദേശികൾക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതാണ് ഇപ്പോൾ ചക്ക. ഇന്നിപ്പോൾ മൊളോഷ്യം വയ്ക്കണത് വേറെ മസാലകളൊന്നും ചേർക്കാണ്ട് കുരുമുളക് മാത്രം ചേർത്തിട്ടുള്ളൊരു മൊളോഷ്യമാണ്. എന്നിട്ട് ഞാൻ അവിയലും ചക്ക വറുത്തരിശ്ശേരിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഇന്നിപ്പോൾ ഈ ചക്കയുടെ നാളേരം അരയ്ക്കണില്ല മൊളോഷ്യത്തിൽ. അപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, മുരിങ്ങയുടെ ഇല മൊളോഷ്യത്തിന് നാളേരം ചേർക്കുമെന്നുള്ളത്. അപ്പോൾ മുരിങ്ങയുടെ ഇല മൊളോഷ്യം എന്ന് പറയുമ്പോൾ നമുക്കതിനെ പരിപ്പും ഇലയും കൂടി മാത്രം ഇട്ട് അതിനൊരു യോജിപ്പ് വരില്ല. പിന്നെ അതിനൊരു നേരിയൊരു കനപ്പും കൂടി ഉണ്ട് മുരിങ്ങയുടെ ഇലയ്ക്ക്. അപ്പോൾ അത് മാറാനും കൂടി, പിന്നെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതൊന്ന് വ്യത്യാസം വരാനും കൂടിയാണ് ഇപ്പോൾ നാളേരം ചേർത്തത് അന്ന്. അപ്പോൾ അതും കൂടി ഒന്ന് എല്ലാവരും കാണുമെന്ന് വിശ്വസിക്കണം കേട്ടോ. മൊളോഷ്യത്തിൽ നാളേരം ചേർക്കാറില്ല കേട്ടോ. പിന്നെ ചില നാടുകളിൽ അത് ചേർക്കണ്ട കേട്ടോ. ചക്ക മൊളോഷ്യത്തിലൊക്കെ നാളേരം ചേർത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ചേർക്കണില്ല. കുരുമുളക് മാത്രം, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട്. ഇപ്പോൾ ചക്കയിൽ നിന്ന് കളയാനുള്ളത് മുള്ള് മാത്രമാണ് കേട്ടോ. ചക്ക ചുളയാണെങ്കിൽ കറി വയ്ക്കാം, വറക്കാം, പിന്നെ പപ്പടം ഉണ്ടാക്കാം, കൊണ്ടാട്ടം ഉണ്ടാക്കാം. കുരു ആണെങ്കിൽ ഇപ്പോൾ വറുത്ത് പൊടിച്ച് നമ്മുടെ ഗോതമ്പ് പൊടിയുടെയൊക്കെ കൂടെ മിക്സ് ചെയ്ത് അത് വരുന്നുണ്ട് വിപണിയിൽ. പിന്നെ ചവണിയാണെങ്കിൽ നല്ല കട്ടി ചവണിയാണെങ്കിൽ പണ്ട് വറക്കുമായിരുന്നു ചവണി. പിന്നെ അതിൻ്റെ മടലെടുത്ത് അമ്മ പുളുങ്കറി വയ്ക്കാറുണ്ട്. പിന്നെ അതിൻ്റെ കൂഞ്ഞിൽ എല്ലായിടത്തും എന്താ പറയുകയെന്നറിയില്ല, അതിൻ്റെ മുകളിലുള്ള ആ കട്ടിയുള്ള അതെടുത്തിട്ട് വറുത്തരച്ച് തോരൻ, ചക്കക്കുരുവൊക്കെ വട്ടം മുറിച്ചിട്ട് നാളേരക്കൊത്തൊക്കെ ഇട്ട് തോരൻ വയ്ക്കും. അങ്ങനെ എല്ലാം കൊണ്ടും ഫലം ഇഷ്ടമായിട്ടുള്ള ഒരു ഫലമാണ്. നമുക്ക് ഏറ്റവും വലിയ ഇങ്ങനെ അതിൻ്റെ ചോള ഏറ്റവും വലുതാണ്. ചക്ക നമുക്ക് ഔദ്യോഗിക ഫലമായിട്ട് കണക്കാക്കണത്. അപ്പോൾ നമുക്കിന്നൊരു ചക്ക ഇട്ടുകൊണ്ട് പോയിട്ട് അത് നുറുക്കി മൊളോഷ്യം ഉണ്ടാക്കാം കേട്ടോ. ചക്ക തുണ്ടനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പശ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടാം, അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചോട ഒന്ന് കാണിച്ച് ആ പശ പോയി കിട്ടും കേട്ടോ. എന്നിട്ട് ഇത്തിരി വെളിച്ചെണ്ണ പുരട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യുമൊന്നും ആവില്ല, പെട്ടെന്ന് പോയി കിട്ടും പശ. അപ്പോൾ അത് ചുള പറിച്ചിടാം കേട്ടോ. ഈ ചക്ക വേഗം നമുക്ക് ചുള പറിക്കാൻ പറ്റുന്നുണ്ട്. വേഗം പെട്ടെന്ന് എടുക്കാം ചുള പറിക്കാം. ഇത് നല്ല വരിക്കച്ചക്ക കേട്ടോ. പഴച്ചക്കയുണ്ട്, വരിക്കച്ചക്കയുണ്ട്. ഇത് നല്ല വരിക്കച്ചക്കയാണ്. ഇത് പഴുത്താലും നല്ല മധുരമാണ് ഇതിന്. പിന്നെ വരട്ടി വയ്ക്കാറുണ്ട് അട ഉണ്ടാക്കാനായിട്ട്, പായസം വയ്ക്കാനും, പിന്നെ എല്ലാത്തിനും ഇത് നല്ല നല്ല സ്വാദുള്ള ചക്കയാണ്. മൊളോഷ്യത്തിന് വട്ടൻ മുറിക്കണം കേട്ടോ. ചക്കക്കുരു നീളം മുറിച്ചിടണം. മെഴുക്കുവരട്ടിക്കാണെങ്കിൽ നീളത്തിലാണ് നുറുക്കാറ്. ഇത് മൊളോഷ്യത്തിന് വട്ടൻ നുറുക്കും. ഇതിപ്പോൾ വേഗം ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ് കേട്ടോ ഇത്. ചക്ക എടുത്തു, ഇതേ കുരുമുളക് പൊടിച്ച് ഇതാ വെച്ചിട്ടുണ്ടാകും. നമുക്ക് നോക്കാം. വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ചക്ക നുറുക്കി കഴിഞ്ഞു കേട്ടോ. കുരു ഇട്ടിട്ടുണ്ട്. കുരു നീളത്തിൽ, ചക്ക വട്ടത്തിൽ. അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, അധികം ആവണ്ട കേട്ടോ, നാളേരൊന്നും ചേർക്കാത്ത കാരണം സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു കളറ് കിട്ടാൻ മാതിരി. പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ഗുണവും നമുക്കറിയാലോ, നല്ല. പിന്നെ കുരുമുളക് പൊടിയാണെങ്കിലും കുറച്ചിടാവൂ, എന്നുവെച്ചാൽ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ മാത്രം. ഉപ്പ് ആവശ്യത്തിന്.
ഇത് നമുക്ക് കുക്കറിൽ വേവിക്കാം കേട്ടോ. ഒരു 2-3 വിസിൽ ആയിക്കോട്ടെ. ഇതൊന്ന് കുത്തി ഉടച്ചൊന്ന് യോജിപ്പിച്ച് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കറിൽ വേവിക്കാം കേട്ടോ. ഇത് ചക്ക ഇത് കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിൽ ആവട്ടെ. എന്ന് വെച്ചാൽ കുരുവും കൂടി ഉള്ള കാരണം അതൊന്ന് നന്നായിട്ട് വേവണമല്ലോ. അപ്പം അതുകൊണ്ട് കുക്കറിലാണ് വെച്ചേക്കണം കേട്ടോ. ചക്ക വെന്തു കേട്ടോ. ഇതാ ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. അത് കുത്തി ഉടച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ ഈ പരുവത്തിൽ ആവും. ഇത് അധികം എരിവില്ലാത്തൊരു കറിയും കൂടിയാണ്. ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എളുപ്പത്തിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഗുണം കുരുമുളകും കൂടി ചേർത്തക്കണ കാരണം ഇത് നല്ല സ്വാദാട്ടോ. ഒന്ന് നമുക്ക് ഇതിലേക്ക് ഇനി പച്ച കറിവേപ്പില ഇടാം. ഇനി ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് ബോളിലേക്ക് പകർത്താം കേട്ടോ. അപ്പോൾ ചക്കമളോഷ്യം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സമയമായല്ലോ. നമുക്ക് എല്ലാ വീടുകളിലും മിക്കവാറും വീടുകളിലും ഉണ്ടാവും. 5 സെൻറ്റ് വീടാണെങ്കിലും ചെറിയ കുള്ളംപ്ലാവൊക്കെ വച്ചിട്ട് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും സുലഭമായിട്ട് ഉണ്ടാവും ചക്ക. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്ക് അടക്കം ഇത് ഇഷ്ടാവും. പ്രായമായവരുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ചക്ക എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറെ പ്രിയമുള്ളൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് എൻ്റെ ചാനൽ കാണണം കേട്ടോ. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വിഭവമായിട്ട് ഞാൻ ഉടനെ എത്താം. ഒരു നാടൻ വിഭവമായിട്ട് കേട്ടോ. നന്ദി, നമസ്കാരം.